ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമുക്ക് UAE നാഷണൽ ഡേ ആയിട്ട് ലീവ് ആട്ടാ. അപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ കുറച്ച് കടകളെല്ലാം കൊടികളെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല മുനിസിപ്പാലിറ്റി ഓഫീസിൽ ലൈറ്റ് പ്രോഗ്രാം ഉണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള UAE നാഷണൽ ഡേ ഭാഗമായിട്ട് നമ്മുടെ ദേര ബൈനാസ്കോർ മാർക്കറ്റിലത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോസിലൂടെ പരിചയപ്പെടുത്തുന്നത്. അത് മാത്രമല്ല UAE പല ഭാഗങ്ങളിലും പല പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഈ ഭാഗത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ, നമുക്ക് UAE നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് 4 ദിവസം ടോട്ടൽ അവധി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ അവധിയും ഇന്നത്താൽ അവസാനിക്കണം. അന്ന് ലാസ്റ്റ് ദിവസം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഈ മാർക്കറ്റിൽ കുറച്ച് കടകളും ആ ഭാഗങ്ങളെല്ലാം കൊടികളും തോരണങ്ങളെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോസാണ്. പിന്നെ അത് മാത്രമല്ല, രാത്രി നമ്മൾ അബ്ര ക്രീക്ക് സൈഡിൽ വെടിക്കെട്ടുണ്ട്, അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1971 7 എമിറേറ്റ്സുകൾ രൂപകൽപ്പന രൂപീകരിക്കപ്പെട്ടതാണ് UAE എന്ന ഒരു നാമത്തിൽ നമ്മളിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, UAE നാഷണൽ ഡേ എന്നുള്ള ആ ഒരു പേരും ഇപ്രാവശ്യത്തെ ഇതിലവർ മാറ്റിയിട്ടുണ്ട്. ഈദുൽ ഇത്തിഹാദ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതിൻ്റെ പേര് മാറ്റിയിട്ട് ഇപ്പോൾ ഈദുൽ ഇത്തിഹാദ് എന്നാണ്. അതിനു മുമ്പ് നമ്മളെല്ലാം പറഞ്ഞിരുന്നത് UAE നാഷണൽ ഡേ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതുമാത്രമല്ല, 53ാമത്തെ UAE നാഷണൽ ഡേ ഇപ്പോൾ നമ്മൾ UAE ഇത്തിഹാദാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വന്നിട്ട് അൽ സബ്ക ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്ത് അവിടുത്തെ കടകളിലത്തെ ആൾക്കാർ, അവിടുത്തെ കുറച്ച് കടകളും അതെല്ലാം കൂട്ടിയിട്ട് അവിടെ കൊടികളെല്ലാം വെച്ചിട്ട് ഈ ഒരു രാജ്യത്തിൻ്റെ ഈ ആഘോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേർന്നിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കടൻ്റെ ഫ്രണ്ടിലും എല്ലാം കെട്ടിത്തല്ലാം വെച്ച് കഴിഞ്ഞാൽ വൻകുട്ടൻ്റെ പോലത്തെ കടകളാണ്, ഇറാൻ്റെ കടകളാണ്. എല്ലാ കടക്കാരും, മലയാളികളായാലും ഇന്ത്യക്കാരും മറ്റ് രാജ്യക്കാരും ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും പല രാജ്യത്തെ ആൾക്കാരും പണിയെടുക്കുന്ന ഒരു സ്ഥലമാണ് UAE ദുബായ്. ഉൾപ്പെടുത്തുന്ന എമിറേറ്റ്സുകളിൽപ്പെട്ട ഒരു സ്ഥലമാണ് ദുബായ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇതെല്ലാം ഹോൾസെയിൽ മാർക്കറ്റാണ്. അൽ സബ്ക ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിൽ ഇത് വന്നിട്ട് തുണികളുടെ ഹോൾസെയിൽ റീറ്റെയിലെല്ലാം വിൽക്കുന്ന ആ ഒരു ഏരിയയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിലെല്ലാം കൊടികളെല്ലാം കെട്ടിയിട്ട് അതിഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങൾ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, 4 ദിവസം അവധി ഉണ്ടായിരുന്നു. അതിൽ ഒരുവിധം കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും ആ ലീവുകളെല്ലാം ആഘോഷിക്കാൻ പറ്റി. പല സ്ഥലത്തും ബീച്ചുകൾക്കും ദുബായ് മാളിക്കെല്ലാം പോയിട്ട് അവിടെ എല്ലാം പല പ്രോഗ്രാമുകളുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് നല്ലൊരു, പിന്നെ മാത്രമല്ല ചൂടൊന്നുമില്ല, നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ UAE നാഷണൽ ഡേ എല്ലാവർക്കും നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റി. ഇപ്പോൾ ഇവിടുത്തെ ഈ കാണുന്ന കടക്കാരെല്ലാം കൂടിയിട്ട് അലങ്കരിച്ചിട്ടുള്ള ആ ഒരു ഭാഗമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഈ ഭാഗത്ത് അൽ സബ്ക, ദേര, ബനിയാസ്കോർ ആ ഒരു ഏരിയത്തെ കടകളും ആ സൈഡുകളെല്ലാം അലങ്കരിച്ചതും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു വീഡിയോ. പിന്നെ എനിക്കും 4 ദിവസത്തെ ലീവ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളും പല സ്ഥലത്തും സ്കേറ്റിങ്ങിനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ദുബായ് മാളിൻ്റെ അടുക്ക് പോയിട്ടുണ്ടായിരുന്നു, D3 പോയിട്ടുണ്ടായിരുന്നു, മൈതാന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലത്തും നമ്മൾ സ്കേറ്റിങ്ങിനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പല സ്കേറ്റ് കോമ്പറ്റീഷനുകളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളും 4 ദിവസം അടിച്ച് പൊളിക്കുക തന്നെ ചെയ്തിട്ടാ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം മിക്സഡായിട്ടുള്ള കടകളാണ്. മൊബൈലിൻ്റെ കടകൾ, ബാഗ് കടകൾ, തുണിക്കടകൾ, പിന്നെ ചെറിയ അതല്ലാത്ത കടകൾ, കോസ്മെറ്റിക്കിൻ്റെ കടകൾ, ഇവിടെ കുറേ പർദ്ദകളും കാര്യങ്ങളെല്ലാം വിൽക്കുന്ന കട. അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ കൊടികളെല്ലാം കെട്ടി അങ്ങനെ അലങ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ നടക്കുക. പിന്നെ മറ്റുള്ള രാജ്യക്കാരും പിന്നെ അതുമാത്രമല്ല ടൂറിസ്റ്റുകളെല്ലാം ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല സീസണാണ്, ഇവിടെ ടൂറിസ്റ്റുകളുടെ സീസണാണ്. ചൂട് മാറി തണുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അവരും ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് UAE നാഷണൽ ഡേ ഭാഗമായിട്ട് അവരും പങ്കുചേർന്നിട്ടുണ്ട്. പിന്നെ ആ കടന്നിട്ടാണ് ദുബായ് DSF നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൗണ്ടറുകളാണ് വെക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 200 ദിർഹംസിൻ്റെ ടിക്കറ്റാണ് വിറ്റിരുന്നത്. ഇപ്രാവശ്യം ഞാൻ പോയി ചോദിച്ചു നോക്കുമ്പോൾ 100 ദിർഹംസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പെണ്ണത വാങ്ങിയിട്ട് അവിടെ പേരെല്ലാം എഴുതിയിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ട് ഞാനും പോയി എന്തായാലും ഒരു ടിക്കറ്റ് എടുക്കണം. അതിപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്നല്ല ഞാൻ പറഞ്ഞു. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ജസ്റ്റ് അവിടെ അങ്ങനെയാണ് പോകുന്നത് മാത്രം. ഇവിടെ അങ്ങനെ ആൾക്കാരുകളെല്ലാം ഇന്നും ലീവായതുകൊണ്ട് പിന്നെ മാർക്കറ്റ് കുറേയൊക്കെ ഓപ്പൺ ആയിട്ടുമുണ്ട്. അപ്പോൾ ഇന്നും കുറച്ച് തിരക്കെല്ലാം. അങ്ങനെ ആൾക്കാരെല്ലാം ഇറങ്ങിക്കിട്ട് പിന്നെ ഈ 2 ടാക്സിൻ്റെ ആ സൈഡിലേക്കും അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അവിടുത്തെ കുറേ കടകൾ കൂടിയിട്ട് അവിടെയും
ഇലക്ട്രോണിക്സിൻ്റെ കടകളുണ്ട്. അതുകൂടാണ്ട് പിന്നെ ഹോൾസെയിൽ കമ്പ്യൂട്ടർ സാധനങ്ങളെല്ലാം വിൽക്കുന്ന കുറേ കടകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചേർന്നിട്ട് ആ ഒരു സൈഡ് നല്ല രീതിയിൽ തന്നെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എന്ത് രസം അറിയാണ്ടില്ലേ, ആ ലവ് UAE ആ ഒരു ഫ്ലാഗിൻ്റെ ലവ് എല്ലാം വെച്ച് പിന്നെ നോക്കിയാൽ സൂപ്പർ. ഇപ്പോൾ ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആഫ്രിക്കൻ കൺട്രിക്കാർ സാധനങ്ങളെല്ലാം വാങ്ങി അവിടെ പാക്ക് ചെയ്യണമെന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ കടക്കാരും നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും ഇതിങ്ങനെ വീഡിയോസ് ഉണ്ടാക്കി പോകുമ്പോൾ ആൾക്കാരെല്ലാം ഒരു പ്രത്യേക നോട്ടക്കണം, ഭയങ്കര യൂട്യൂബറാണോ എന്നുള്ള നിലക്ക് ഞാനും അവരോട് ചെറിയൊരു പുഞ്ചിരിയുമായിട്ട് ഞാനും ഇങ്ങനെ നടന്നുകൊണ്ട് പോയി. അപ്പോൾ നമ്മളെ ലീവ് അവസാനിക്കാൻ നാളെ മുതൽ ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെ ഉള്ള ആ ഒരു ഇതിലൊക്കെ ആലോചിച്ച് വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഒരുപാട് ആൾക്കാരെ കാണാം, ക്യാമറ പിടിച്ച് നടക്കുമ്പോൾ അവർ പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കും, നമ്മൾ നോട്ട് ചെയ്യും. അപ്പോൾ നമ്മളവർ നോക്കിയൊന്ന് ചിരിക്കും. അങ്ങനെയൊക്കെ ചില മലയാളികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ കമൻ്റെല്ലാം അടിക്കും. അപ്പോൾ ഞാനിങ്ങനെ കൈകൊണ്ട് ചിരിച്ച് കാട്ടിയിട്ടൊക്കെ പോകും. അപ്പോൾ അതെല്ലാം കണ്ടിട്ടുള്ള ഒരു യാത്ര നല്ലൊരു ഇതിലെല്ലാം നമ്മൾ സ്ഥിരം അങ്ങനെ പോകുന്നു, സ്ഥിരം എന്നല്ല എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പോകുന്ന വഴികളൊക്കെ തന്നെ. പക്ഷെ ഇങ്ങനെയൊക്കെ അലങ്കരിച്ച് ഇതാക്കിയപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ സ്ഥലങ്ങളെല്ലാം കാണുന്നത്. ഇവിടെ തുണിക്കടകളാണ് കൂടുതൽ, തുണി ബാഗ്, ഇപ്പോൾ ഒരുവിധം കടകളൊക്കെ അടവാണ്, എന്നാലും കുറേയൊക്കെ തുറന്നിട്ടുമുണ്ട്. നാളെ മുതൽ എല്ലാം തുറക്കും. ഇപ്പോൾ ഈ കട ഇത് ഒരു വാച്ച് കടയാണ്, അവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുള്ളതാണ് കാണാണ്ടില്ലേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെടിക്കെട്ട് ആണ് കാണാൻ പോകുന്നത്. വെടിക്കെട്ട് അബ്ര സൈഡിലാണ്. നല്ലൊരു വെടിക്കെട്ട് തന്നെയായിരുന്നു. ഒരു 3 മിനിറ്റ് കൂടിയിട്ടുള്ള ആ ഒരു വെടിക്കെട്ടും കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകണം. അപ്പോൾ നല്ലൊരു വെടിക്കെട്ടോടും കൂടിയിട്ടാണ് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി UAE നാഷണൽ ഡേ, UAE ഈദുൽ ഇത്തിഹാദ് എന്ന നാമത്തിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദുൽ ഇത്തിഹാദ് പറഞ്ഞുകൊണ്ട് നിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.